നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുമെന്ന് കരുതുന്നു. ഇന്ന് മാർച്ച് 28, മീനമാസം 14-ാം തീയതി. ഇന്ന് പുലർച്ചെ നാം പ്രശ്നത്തിൽ കണ്ട കാര്യങ്ങളാണ് നിങ്ങളോട് പരാമർശിക്കാൻ പോകുന്നത്. ഇന്നത്തെ ഗ്രഹനില പരിശോധിക്കുമ്പോൾ 9 നക്ഷത്രക്കാർക്ക് വലിയ ധനലാഭം ലഭിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട്. ആ നക്ഷത്രക്കാർ ഏതൊക്കെയാണെന്നും അവരുടെ ഭാഗ്യസംഖ്യ ഏതാണെന്നും നമുക്ക് നോക്കാം. ഇന്ന് മീനമാസം 14-ാം തീയതി, അതായത് മാർച്ച് 28-ാം തീയതി വൈകിട്ട് 2 മണിക്കാണ് സമ്മാന പ്രഖ്യാപനം നടക്കുന്നത്. ഈ ദിവസത്തെ ഗ്രഹനില പരിശോധിച്ചാൽ വ്യാഴം മിഥുനം രാശിയിലും, ശനി, സൂര്യൻ, ഗുളികൻ എന്നിവർ മീനം രാശിയിലും നിൽക്കുന്നു. രാഹു, ബുധൻ, ചൊവ്വ എന്നിവർ കുംഭം രാശിയിലും, ശുക്രൻ മേടത്തിലും, കേതു ചിങ്ങത്തിലും, ചന്ദ്രൻ കർക്കിടകത്തിലും സ്ഥിതി ചെയ്യുന്നു. ഈ സവിശേഷമാർന്ന ഗ്രഹസ്ഥിതി നാം പരാമർശിക്കാൻ പോകുന്ന 9 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കൊണ്ടുവരുമെന്ന് തന്നെ പറയാം. അതായത് നിങ്ങളെ ഒറ്റ ദിവസം കൊണ്ട് ധനികരാകാൻ പോവുകയാണ്. നിങ്ങളുടെ കഠിനാധ്വാനവും നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ വഴിപാടുകളും എല്ലാം ഫലം കാണിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പോവുകയാണ്. ജീവിതത്തിൽ ഉയർച്ചയുടെ കാലഘട്ടമാണ്. നമ്മുടെയെല്ലാം ജീവിതം എന്നത് ഗ്രഹങ്ങളുടെ ചലനവുമായി അദൃശ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ ഭൂരിഭാഗം പേരും. അധ്വാനത്തോടൊപ്പം അല്പം ഭാഗ്യം കൂടി തുണച്ചാൽ മാത്രമേ ജീവിതത്തിൽ വലിയ ഉയർച്ചകൾ ഉണ്ടാവൂ. പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ലോട്ടറി എന്നത് കേവലം ഒരു ഭാഗ്യപരീക്ഷണമല്ല, മറിച്ച് പലരുടെയും സ്വപ്ന സാക്ഷാത്കാരത്തിനുള്ള വഴി കൂടിയാണ്. അത് ഒരുപക്ഷെ കടബാധ്യതകൾ തീർക്കലാവാം, അല്ലെങ്കിൽ മക്കളുടെ വിവാഹമാവാം, അല്ലെങ്കിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതാവാം, അല്ലെങ്കിൽ സ്വന്തമായൊരു ഭവനം. ഇത്തരത്തിൽ ധാരാളം ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനുള്ള ഒരു വഴി കൂടിയാണ് ഇങ്ങനെയുള്ള ഭാഗ്യ പരീക്ഷണങ്ങൾ. പോയ വാരത്തിൽ നാം കേട്ടുകാണും പ്രവാസിയായ ഒരു മലയാളിക്ക് 35 കോടി രൂപ വിദേശത്ത് നിന്ന് ലോട്ടറി സൗഭാഗ്യത്തിലൂടെ ലഭിച്ചത്. ഇത്തരത്തിൽ ധാരാളം ആളുകൾ ദൈനംദിനം ജീവിതത്തിൽ ഉയർച്ചകൾ സൗഭാഗ്യത്തിൻ്റെ പിന്തുണയോടുകൂടി കൈവരിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ, ജ്യോതിഷപരമായ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ചില ആളുകൾ നെഗറ്റീവായി സമീപിക്കും. ഇതെല്ലാം വെറുതെയാണ്, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന്. നിങ്ങൾ ആദ്യം നിങ്ങളുടെ ആ ഒരു മാനസിക അവസ്ഥയാണ് മാറ്റേണ്ടത്. ഈ പ്രപഞ്ചത്തിൽ എല്ലാത്തിനും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. നമുക്ക് ചുറ്റുമുള്ളവരുടെ മാറ്റങ്ങളൊന്ന് കണ്ടു നോക്കുക. എത്ര ആളുകളാണ് ദാരിദ്ര്യത്തിൻ്റെയും കഷ്ടതകളുടെയും നടുവിൽ നിന്ന് ഉയർച്ചകൾ കൈവരിച്ചിരിക്കുന്നത്. കുടിലിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് എത്ര ആളുകൾ പരിവർത്തനം ചെയ്തു. ഇതെല്ലാം ഭാഗ്യത്തിൻ്റെ പിന്തുണ തന്നെയാണ്. അവരുടെ കഠിനാധ്വാനത്തോടൊപ്പം ഭാഗ്യം കൂടെ പിന്തുണച്ചാൽ ജീവിതത്തിൽ വലിയ നേട്ടങ്ങളും ഉയർച്ചകളും കൈവരിക്കാൻ സാധിക്കും. അത്തരത്തിൽ ഓരോ ആളുകളുടെ ജീവിതത്തിലും ദിനംപ്രതി മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അത്തരത്തിലൊരു മാറ്റം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഈ അധ്യായം കേൾക്കുന്ന 10-5 പേരുടെ ജീവിതത്തിൽ തീർച്ചയായും മാറ്റങ്ങൾ സംഭവിക്കും. ബാക്കിയുള്ളവരുടെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ കടന്നു വരും. മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി, നിങ്ങളുടെ പ്രാർത്ഥനകളോടുകൂടി, പോസിറ്റീവായ ചിന്താഗതികളോടുകൂടി മുന്നോട്ട് പോവുക. നിങ്ങളുടെ മനസ്സിൽ ധാരാളം നെഗറ്റീവ് ഊർജ്ജം നിങ്ങളുടെ ജീവിതത്തെ ബാധിച്ചിട്ടുണ്ടാകും. ഒരുപക്ഷെ കണ്ണീർ, ശത്രുദോഷം, പ്രാക്ക്, ഇങ്ങനെ ധാരാളം നെഗറ്റീവ് ഊർജ്ജം നിങ്ങൾക്ക് ചുറ്റുമുണ്ടാകും. അത് നിങ്ങളെ നെഗറ്റീവ് പ്രവർത്തനങ്ങളിലേക്ക് നയിക്കും. മടി, അലസത പോലുള്ള കാര്യങ്ങളിലേക്കും ചെന്നെത്തിച്ചേക്കാം. അതുകൊണ്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ തീർച്ചയായും പോസിറ്റീവായുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉള്ളതാവണം. നമുക്കിനി ഭാഗ്യ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിനു മുൻപായി മറ്റൊരു കാര്യം കൂടെ പറയാം. വിശേഷാൽ ദിവസങ്ങളിലും ചൊവ്വ, വെള്ളി ദിവസങ്ങളിലും പൂജാ വഴിപാടുകൾ നടക്കുന്നുണ്ട്. ഈ പൂജാ വഴിപാടുകളിൽ പങ്കാളിയാവുന്നതിന് നിങ്ങളുടെ പേരും നാളും കമൻറ്റായി രേഖപ്പെടുത്തുക. ഇത്തരം പൂജാ വഴിപാടുകൾ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന നെഗറ്റീവ് ഊർജ്ജത്തെ ഇല്ലാതാക്കുവാൻ സഹായിക്കും. അതായത് കണ്ണേർ, പ്രാക്ക്, ശത്രുദോഷം, മറ്റ് നെഗറ്റീവ് ഊർജ്ജങ്ങൾ അതെല്ലാം ഇല്ലാതാക്കി ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കടന്നു വരും. ഒപ്പം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന സൗഭാഗ്യങ്ങൾക്ക് അത് ഇരട്ടി ഫലം നൽകുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു അധ്യായം, ഇത്തരം കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ധാരാളം ആളുകൾ നമുക്കിടയിലുണ്ട്. അവരിലേക്ക് ഒരു അധ്യായം ഷെയർ ചെയ്യുക. ധാരാളം ശത്രുദോഷവും കണ്ണേറ്, പ്രാക്ക് പോലുള്ള ബുദ്ധിമുട്ടുകളാൽ അലയുന്ന ധാരാളം ആളുകളുണ്ട്. അവരിലേക്ക് ഒരു അധ്യായം ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് നമ്മുടെ പൂജാ വഴിപാടുകൾ പങ്കാളിയാവാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ അധ്യായം ഷെയർ ചെയ്തുകൊണ്ട് കാണുക. ഒപ്പം എന്നത്തെയും പോലെ നിങ്ങളുടെ വിലയേറിയ ലൈക്ക് ഈ ഒരു വീഡിയോന് ചെയ്യുക. ഇനി നമുക്ക് ഭാഗ്യ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്നും അവരുടെ ഭാഗ്യ സംഖ്യ ഏതാണെന്നും നമുക്ക് വിശദമായി നോക്കാം. ഇതിലാദ്യം തന്നെ വരുന്നത് അശ്വതി നക്ഷത്രക്കാരാണ്. ജീവിതത്തിലെ ദുഃഖങ്ങൾ അവസാനിക്കാൻ പോവുകയാണ്. ശുക്രൻ നിങ്ങളുടെ ജന്മഭാവത്തിൽ നിൽക്കുന്നത് ലോട്ടറി ഭാഗ്യം ഇരട്ടിയാക്കുന്നു. 11-ാം ഭാവത്തിലെ ചൊവ്വയുടെയും സർപ്പയുടെയും സ്ഥിതി അപ്രതീക്ഷിത ധനയോഗം കൊണ്ടുവരും. നിങ്ങളുടെ ഭാഗ്യസംഖ്യ 7ആണ്. നിങ്ങൾ ഗണപതിയെ നിത്യവും പ്രാർത്ഥിക്കുക. ഗണപതി ഭഗവാനെ നിത്യവും പ്രാർത്ഥിക്കുന്നത് ജീവിതത്തിലെ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും നീങ്ങി സർവൈശ്വര്യം കടന്നു വരുന്നതിന് വളരെയധികം സഹായിക്കും. സാധ്യമാവുന്ന സമയങ്ങളിൽ ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിച്ച് വഴിപാടുകൾ ചെയ്യുക. ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ നീങ്ങും. അപ്പം തന്നെ രാത്രി ഉറങ്ങുമ്പോഴും രാവിലെ ഉണരുമ്പോഴും നിങ്ങൾ പ്രപഞ്ചശക്തിയെ മനസ്സിൽ ധ്യാനിക്കുക. ഉയർച്ചയുടെ കാലഘട്ടം തന്നെയാണ്. രക്ഷപ്പെടും. ഇനി രണ്ടാമതായി വരുന്നത് അത്തം നക്ഷത്രക്കാരാണ്. അത്തം നക്ഷത്രക്കാർ നിങ്ങൾക്ക് പെട്ടെന്ന് ധനം വന്നു ചേരാനുള്ള വലിയ അവസരമാണ് ഇപ്പോൾ ഉള്ളത്. 6-ലെ ബുധനും ചൊവ്വയും 8-ലെ ശുക്രനും സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കും. നറുക്കെടുപ്പ് ദിവസം ചന്ദ്രൻ 11-ാം ഭാവത്തിൽ നിൽക്കുന്നത് വലിയ ഭാഗ്യമാണ്. നിങ്ങളുടെ ഭാഗ്യസംഖ്യ 2ആണ്. നിത്യവും ആദിത്യ ഹൃദയ മന്ത്രം ചൊല്ലി ആദിത്യനെ പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ പ്രയാസങ്ങളെല്ലാം നീങ്ങി ഐശ്വര്യവും സമാധാനവും സമ്പത്തും കടന്നു വരുന്നതിന് അത് വളരെയധികം സഹായകരമായി തീരും. ഈ ഒരു കാലഘട്ടം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുക.
ലഭിക്കുന്ന അവസരങ്ങളെല്ലാം നിങ്ങൾ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ മുന്നേറ്റം കൈവരിക്കാൻ സാധിക്കും. സാമ്പത്തിക ക്ലേശങ്ങളെല്ലാം തന്നെ നീങ്ങി ഒരു സാമ്പത്തിക ഭദ്രത കൈവരുന്നൊരു കാലഘട്ടമാണ്. അതുകൊണ്ട് പ്രാർത്ഥനകളും വഴിപാടുകളും ശീലമാക്കുക. രാത്രി ഉറങ്ങുമ്പോഴും രാവിലെ ഉണരുമ്പോഴും ഭഗവാനെ മനസ്സിൽ ധ്യാനിക്കുക. ജീവിതത്തിൽ ഉയർച്ചയുടെ നാളുകൾ തന്നെയാണ്. മൂന്നാമതായി വരുന്നത് ചോതി നക്ഷത്രമാണ്. മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കും. 10-ലെ ചന്ദ്രനും 6-ലെ ഗുളികനും നിങ്ങൾക്ക് ഐശ്വര്യം നൽകും. 9-ാം ഭാവത്തിലെ വ്യാഴം ധനവർദ്ധനവിന് കാരണമാകും. ഇതുവരെ നിങ്ങളെ കളിയാക്കിയവർ നിങ്ങളെ വളർച്ച കണ്ട് അത്ഭുതപ്പെടും. നിങ്ങളുടെ ഭാഗ്യസംഖ്യ 4 നിങ്ങൾ ഹനുമാൻ സ്വാമിയെ നിത്യവും ഉപാസിക്കുക. ജീവിതത്തിലെ വലിയ ഭാരമേറിയ കാര്യങ്ങൾ നീങ്ങുവാൻ അത് സഹായകരമായി തീരും. സാമ്പത്തികമായി വലിയ മുന്നേറ്റമുണ്ടാകും. അപ്രതീക്ഷിതമായ ധനയോഗം ഒരു വിപ്ലവം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കും. 4-മതായി വരുന്നത് ഉത്രാട നക്ഷത്രമാണ്. കഷ്ടപ്പാടുകൾ ആരോടും പറയാനാകാതെ ഉള്ളിലൊതുക്കി നടക്കുന്നവരാണ് ഉത്രാട നക്ഷത്രക്കാർ. എന്നാൽ 7-ലെ വ്യാഴവും 3-ലെ സൂര്യനും നിങ്ങൾക്ക് ഭാഗ്യം നൽകും. ഉത്രാടം ആദ്യ മുക്കാൽ ഭാഗക്കാർക്ക് ബമ്പർ അടിക്കാൻ കൂടുതൽ സാധ്യതയുണ്ട്. നിങ്ങളുടെ ഭാഗ്യസംഖ്യ 1. ശങ്കരനാരായണനെ പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ ഉയർച്ചകൾ കടന്നുവരും. വലിയ പ്രതിസന്ധികളെല്ലാം മറികടന്ന് സാമ്പത്തികമായി വലിയ മുന്നേറ്റം കൈവരിക്കാൻ സാധിക്കും. നിങ്ങൾ രാത്രി ഉറങ്ങുമ്പോഴും രാവിലെ ഉണരുമ്പോഴും ഭഗവാനെ മനസ്സിൽ ധ്യാനിക്കുക. മുന്നോട്ടുള്ള യാത്രയിൽ എല്ലാ തടസ്സങ്ങളും നീങ്ങി ശുഭകരമായ മംഗളകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം സംഭവിക്കും. ഈ ഒരു കാലഘട്ടം നിങ്ങൾ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുക. ഉയർച്ചയുടെ കാലം തന്നെയാണ്. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഇരട്ടി ഫലം ലഭിക്കുക തന്നെ ചെയ്യും. 5-മതായി വരുന്നത് പൂരുരുട്ടാതി നക്ഷത്രമാണ്. പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ പണം കയ്യിൽ നിൽക്കാത്ത അവസ്ഥ മാറാൻ പോവുകയാണ്. മാർച്ച് പകുതിക്ക് ശേഷം ശുക്രൻ ധനഭാവത്തിലേക്ക് മാറുന്നത് വലിയ മാറ്റം കൊണ്ടുവരും. ഗജകേസരി യോഗം ഉള്ളതിനാൽ ദൈവം ധനം കൈവെള്ളയിൽ വെച്ചു തരുന്ന അവസ്ഥയുണ്ടാകും. നിങ്ങളുടെ ഭാഗ്യസംഖ്യ 3. മഹാവിഷ്ണുവിനെ നിത്യവും പ്രാർത്ഥിക്കുക. നിങ്ങളുടെ സാധ്യമാകുന്ന സമയങ്ങളിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്യുക. അത് ഐശ്വര്യവും സന്തോഷവും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതിന് വളരെയധികം സഹായിക്കും. ജീവിതത്തിൽ വലിയ മുന്നേറ്റത്തിൻ്റെ സമയം തന്നെയാണ്. മാറ്റങ്ങൾ സംഭവിക്കും. നിങ്ങൾക്ക് ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ജീവിതം തന്നെയാണ് കടന്നു വരാൻ പോകുന്നത്. വിദേശയാത്രയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് സാധ്യമാകും. അപ്രതീക്ഷിതമായ ധനയോഗം നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ചെടുക്കുന്നതിന് വളരെയധികം സഹായകരമായി തീരും. അതുകൊണ്ട് തന്നെ രാത്രി ഉറങ്ങുമ്പോഴും രാവിലെ ഉണരുമ്പോഴും നിങ്ങൾ പ്രപഞ്ചശക്തിയെ മനസ്സിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ ഉയർച്ചയുടെ കാലഘട്ടം തന്നെയാണ്. 7-മതായി വരുന്നത് കാർത്തിക നക്ഷത്രമാണ്. മീനമാസം ഭാഗ്യം നിങ്ങളെ തേടി വരുന്ന സമയമാണ്. 11-ലെ സൂര്യശനി യോഗം വലിയ ധനനേട്ടം നൽകും. ലോട്ടറി എടുത്താൽ ചെറിയ പ്രൈസെങ്കിലും അടിക്കാതെ പോകില്ല എന്നതാണ് ഗ്രഹനില പറയുന്നത്. നിങ്ങളുടെ ഭാഗ്യസംഖ്യ 1. സൂര്യനെ നിത്യവും പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ എല്ലാ തടസ്സങ്ങളും നീങ്ങാൻ പോവുകയാണ്. നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്കും യാതനകൾക്കും അറുതി വരാൻ പോവുകയാണ്. എല്ലാം നിങ്ങളുടെ പ്രാർത്ഥനകളുടെയും വഴിപാടുകളുടെയും ശക്തി തന്നെയാണ്. 8-മതായി വരുന്നത് മൂലം നക്ഷത്രമാണ്. കേതുവിൻ്റെ നക്ഷത്രമായ നിങ്ങൾക്ക് ശുക്രലക്ഷ്മി ഭാവത്തിൽ നിൽക്കുന്നത് രാജയോഗമാണ്. 7-ലെ വ്യാഴവും 3-ലെ കുജസർപ്പ യോഗവും നിങ്ങൾക്ക് മറ്റേത് നക്ഷത്രക്കാരെക്കാളും കൂടുതൽ സമ്പന്നരാകാനുള്ള സാധ്യത കൂടുതലാണ്. നിങ്ങളുടെ ഭാഗ്യസംഖ്യ 7. ഗണപതിയെ നിത്യവും പ്രാർത്ഥിക്കുക. ജീവിതത്തിലെ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും നീങ്ങി സർവൈശ്വര്യം കടന്നു വരുന്നതിന് അത് സഹായകരമാവും. അതുകൊണ്ട് ഈ ഒരു കാലഘട്ടം നിങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗപ്പെടുത്തുക. നിങ്ങൾക്ക് തടസ്സങ്ങളെല്ലാം നീങ്ങിക്കിട്ടുന്ന ഒരു സമയമാണ്. സാധ്യമാവുന്ന സമയങ്ങളിലെല്ലാം നിങ്ങൾ ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിനുള്ള ശുഭകരമായ സമയം തന്നെയാണിത്. അതുകൊണ്ട് അത്ഭുതകരമായ പല മാറ്റങ്ങളും ജീവിതത്തിൽ സംഭവിക്കും. അപ്രതീക്ഷിതമായ ധനയോഗം ജീവിതത്തെ മാറ്റിമറിക്കുക തന്നെ ചെയ്യും. നിത്യവും രാത്രി ഉറങ്ങുമ്പോഴും രാവിലെ ഉണരുമ്പോഴും ഭഗവാനെ പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ രക്ഷപ്പെടുക തന്നെ ചെയ്യും. 9-മതായി വരുന്നത് രോഹിണി നക്ഷത്രമാണ്. കഴിഞ്ഞകാല ദുഃഖങ്ങൾ മാറി പുതിയൊരു തുടക്കമുണ്ടാകും. കടങ്ങളെല്ലാം വീട്ടി സമാധാനമായി ജീവിക്കാൻ അവസരം ലഭിക്കും. 11-ലെ ഗ്രഹയോഗങ്ങൾ അപ്രതീക്ഷിത നേട്ടങ്ങൾ നൽകും. ബമ്പർ ഭാഗ്യം നിങ്ങളെ കടാക്ഷിക്കാൻ സാധ്യത ഏറെയാണ്. നിങ്ങളുടെ ഭാഗ്യസംഖ്യ 2. മഹാവിഷ്ണുവിനെയോ ദുർഗയെയോ പ്രാർത്ഥിക്കുക. ഈ സാധ്യമാവുന്ന സമയങ്ങളിൽ ഈ 2 ക്ഷേത്രങ്ങൾ ദർശനം നടത്തി പ്രാർത്ഥിച്ച് വഴിപാടുകൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്രതീക്ഷിതമായി നിങ്ങളുടെ കൈകളിലേക്ക് ധാരാളം പണം വന്നു ചേരുന്നൊരു സമയമാണെങ്കിൽ കൂടി അക്കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു ശ്രദ്ധയുണ്ടാവണം. നമുക്ക് കൂടുതൽ വിശ്വാസയോഗ്യമായ ആളുകളുമായി ചർച്ചകൾ ചെയ്തുകൊണ്ട് മാത്രം നമ്മുടെ ധനവിനിയോഗം നടത്തുക. അല്ലെങ്കിൽ എല്ലാം പഴയതുപോലെ ആവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഭാഗ്യം തുണക്കുന്ന ആ ഒരു സമയത്ത് നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് നമുക്ക് ഭാവിയിലുള്ള മുതൽക്കൂട്ടാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരിക്കണം നാം ചെയ്യേണ്ടത്. അല്ലാത്ത പക്ഷം നാം തിരിച്ച് പഴയ ആ ഒരു കാലഘട്ടത്തിലേക്ക്, കഷ്ടതകളുടെയും യാതനകളുടെയും കാലഘട്ടത്തിലേക്ക് പോവേണ്ടി വരും. അതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള ധനം നാം പാവപ്പെട്ടവർക്ക് വേണ്ടിയും അല്പം സഹായങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. ഈ പ്രപഞ്ചമെല്ലാം നോക്കിക്കാണുന്നുണ്ട് നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും. നിങ്ങൾ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണെങ്കിൽ അതിന് അനുയോജ്യമായ ഫലം ആ ഒരു ഭഗവാന്റെ, ആ ഒരു പ്രപഞ്ചശക്തിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. എന്നാൽ നിങ്ങൾ നെഗറ്റീവായ കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വലിയ തിരിച്ചടികൾ നേരിടേണ്ടി വരും. അതുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തെ, നിങ്ങൾക്ക് അനുകൂലമായ ഈ ഒരു കാലഘട്ടത്തെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തി ജീവിതത്തിൽ ഉയർച്ചകൾ കൈവരിക്കുക. നാം ഇവിടെ പരാമർശിച്ച എല്ലാ നക്ഷത്രക്കാരും ആ പരാമർശിച്ച അതാത് ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്യാൻ ശ്രമിക്കുക.
അത് വലിയ നേട്ടങ്ങൾക്കും വലിയ അനുഗ്രഹത്തിനും ആ ഒരു ചൈതന്യം നിങ്ങളുടെ ജീവിതത്തിലുടനീളം നിലനിൽക്കുന്നതിനും വളരെയധികം സഹായകരമായി തീരും. എന്നത്തെയും പോലെ ഈ ഒരു വീഡിയോന് നിങ്ങളുടെ വിലയേറിയ ലൈക്ക് ചെയ്യുക. ഒപ്പം ഈ ഒരു അധ്യായം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾ ഏവരുടെയും ജീവിതത്തിൽ സമാധാനവും സമ്പത്തും ഐശ്വര്യവും നിലനിൽക്കട്ടെ എന്ന് നാം പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾപ്പെടുത്താം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.